നമസ്കാരം. അമേരിക്കയിൽ ഒരു ബൾഗേറിയൻ സുന്ദരിയുടെ വലയിൽ വീണ ഒരു ചെറുപ്പക്കാരൻ പണത്തിനു വേണ്ടി തൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരനെയും കൊന്നതിൻ്റെ കഥ ഇപ്പോൾ ഡോക്യുമെൻ്ററിയായി പുറത്തു വരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടന്നത്. ഫ്ലോറിഡയിലെ ചുലു ഓട്ടോയിൽ നിന്നുള്ള 35-കാരനായ ഗ്രാൻഡ് അമോറ്റോയാണ് ഈ കുറ്റം ചെയ്തത്. ഇയാൾ ഒരു ആശുപത്രിയിലെ നേഴ്സായിരുന്നു. ഒരു രോഗിക്ക് അമിതമായ അളവിൽ മരുന്ന് കൊടുത്തതിൻ്റെ പേരിൽ ഇയാൾക്ക് ജോലി നഷ്ടപ്പെടുകയായിരുന്നു. ഇത് ഇയാൾ വല്ലാത്ത മാനസിക സമ്മർദ്ദമുണ്ടാക്കുകയും ക്രമേണ അത് വിഷാദ രോഗത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ജോലിയില്ലാതെ വീട്ടിലിരുന്ന സമയത്തായിരുന്നു ഇയാൾ ഓൺലൈനിൽ വളരെ സജീവമായത്. അങ്ങനെ ഇയാൾ ഒരു പെൺകുട്ടിയെ അവിടെ വെച്ച് പരിചയപ്പെടുന്നു. ആദ്യമൊരു വ്യാജ പേരിൽ പ്രത്യക്ഷപ്പെട്ട യുവതി പിന്നീട് തൻ്റെ പേര് സിൽവിയ എന്നാണെന്നും താനൊരു ബൾഗേറിയക്കാരിയാണെന്നും വെളിപ്പെടുത്തുന്നു. പിന്നീട് ഇവർ തമ്മിൽ വളരെ ശക്തമായ തോതിലുള്ള പ്രണയബന്ധത്തിൽ ഏർപ്പെടുകയാണ്. ഒരിക്കലും ഇയാൾ നേരിട്ട് ഈ സിൽവിയെ കണ്ടിട്ടുമില്ല, ഓൺലൈനിൽ മാത്രമാണ് കാണുന്നത്. ഇതിനിടയിൽ ഈ പെൺകുട്ടി ഇയാളെ പരമാവധി ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി പല ഗെയിമുകളും നടത്തുന്നുണ്ട്. ഇതിലൂടെ എല്ലാം ഇയാൾക്ക് നഷ്ടമാകുന്നത് പണമാണ്. ഇങ്ങനെ നിരന്തരമായി ഇയാൾക്ക് പണം നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ പ്രണയത്തിൻ്റെ പേരിൽ ഇയാൾ അക്കാര്യത്തിലൊന്നും തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. പിന്നീട് ഇയാൾക്ക് കാമുകയെ നേരിട്ട് കാണണമെന്ന് തോന്നുകയും അങ്ങനെ ബൾഗേറിയയിലേക്ക് പോകുന്നതിനായി ഏതാണ്ട് $50,000 ആവശ്യമായി വരികയും ചെയ്തു. ഇതേ സമയത്ത് തന്നെയാണ് ഇയാളുടെ സഹോദരൻ ഇയാളുടെ മാനസിക സംഘർഷങ്ങളൊക്കെ ഒന്ന് ദൂരീകരിക്കാനും വേണ്ടി ജപ്പാനിലേക്ക് കൊണ്ടുപോയത്. തിരിച്ച് മടങ്ങുന്ന വഴിക്ക് ഇയാൾ കാമുകയെക്കുറിച്ചും സഹോദരനോട് പറഞ്ഞു. സഹോദരനും അക്കാര്യത്തിൽ വിയോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇയാൾ $50,000 ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ ഇയാളിൽ നിന്ന് വൻ തുക നഷ്ടപ്പെട്ടതായി അവർക്ക് മനസ്സിലാകുന്നു. ഇതെല്ലാം തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഇയാൾ നൽകിയിരിക്കുന്നത്. ഇത് പോയിരിക്കുന്നതെല്ലാം തന്നെ ഈ ബൾഗേറിയക്കാരിയായ പെൺകുട്ടിക്കാണ് എന്നും അവർ മനസ്സിലാക്കി. ഏതാണ്ട് $2 ലക്ഷം ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ വീട്ടുകാർ കർശന നിലപാട് സ്വീകരിച്ചു. അവർ ഇയാളെ പിന്നീട് ഒറ്റയ്ക്ക് വീട്ടിൽ വിടാതായി. ഇയാളുടെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ അവർ അനുവദിച്ചതുമില്ല. ഇനി അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഗ്രാൻഡ് അമോറ എന്നാണ് ഇയാളുടെ പേര്, ഇയാളെ പുറത്താക്കുമെന്നും വീട്ടുകാർ ഭീഷണി മുഴക്കി. ഇതേ തുടർന്നാണ് ഇയാൾ വല്ലാതെ കോപാക്രാന്തനായി മാറിയത്. തൻ്റെ കാമുകിയെ തനിക്ക് ഒരു തരത്തിലും ബന്ധപ്പെടാനും കഴിയുന്നില്ല, വീട്ടുകാർ പൈസയും തരുന്നില്ല എന്ന സന്ദർഭം എത്തിയപ്പോൾ ഇയാൾ പിന്നെ ചെയ്തത് അച്ഛനെയും അമ്മയെയും സഹോദരനെയും വെടിവെച്ച് കൊല്ലുക എന്നുള്ളതായിരുന്നു. 3 പേരെയും തലയ്ക്ക് വെടിവെച്ച് കൊന്നതിന് ശേഷം ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. ഇയാളുടെ സഹോദരൻ ജോലിക്കെത്താത്തതിനെ തുടർന്ന് അന്വേഷിച്ചു വന്ന അയാളുടെ സഹപ്രവർത്തകരാണ് ഇവർ 3 പേരും വീട്ടിൽ വെടിയേറ്റ് മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അമാറ്റോ പിടിയിലാവുകയും ചെയ്തു. പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ആദ്യം ഇയാൾ കുറ്റം നിഷേധിച്ചുവെങ്കിലും പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഇയാൾ ജയിലിൽ കഴിയുന്ന സമയത്തായിരുന്നു ഇതേക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി പുറത്തു വന്നത്. ഇയാളുമായി പലതവണ ടെലഫോണിൽ ചർച്ച നടത്തിയ ഒരു ഡോക്യുമെൻ്ററി സംവിധായകനാണ് ഇയാളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും കഥയുമെല്ലാം തന്നെ പുറത്തുവിട്ടത്. ശരിക്കും ഈ ഡോക്യുമെൻ്ററിയിലാണ് ഇയാൾ തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്തതൊക്കെ തെറ്റ് തന്നെയായിരുന്നുവെന്നും താൻ തന്നെയാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയതെന്നുമൊക്കെ തന്നെ വെളിപ്പെടുത്തുന്നത്. ഏതായാലും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടിക്ക് വേണ്ടി തൻ്റെ ജീവിതം പാഴാക്കുകയും അച്ഛനെയും അമ്മയും സഹോദരത്തിനെയൊക്കെ തന്നെ വെടിവെച്ച് കൊല്ലുകയും പിന്നെ അതിൻ്റെ പേരിൽ ജയിലിൽ കഴിയുകയൊക്കെ ചെയ്ത ഇയാൾക്ക് പിന്നീട് ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യവും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് അതിലേറെ വിചിത്രമായ കാര്യം.